ഡോൾബി അറ്റ്മോസിന്റെ 32 ചാനൽ ശബ്ദ സംവിധാനം, ബാർക്കോയുടെ RGB 4K ലേസർ പ്രൊജക്ടർ, സിൽവർ സ്ക്രീൻ, പ്രേക്ഷകന് മികച്ച ശബ്ദ ദൃശ്യ സിനിമാനുഭവം സമ്മാനിക്കുന്നതെല്ലാം കൈരളി ശ്രീ തിയേറ്റർ സമുച്ചയത്തിലുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത നവീകരിച്ച തിയേറ്ററിലെ വിശേഷങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പങ്കുവയ്ക്കുന്നുണ്ട് ശരത് ഓങ്ങല്ലൂർ. 16 കോടി രൂപ ചെലവഴിച്ചാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു കൈരളി ശ്രീ തിയേറ്റർ സമുച്ചയം നവീകരിച്ചിരിക്കുന്നത്. ആധുനികമായിട്ടുള്ള ഏതൊരു തിയേറ്ററിനോടും കിടപിടിക്കാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. കൈരളി ശ്രീ തിയേറ്ററിനകത്ത് കൈരളിയിൽ 519 സീറ്റുകളും ശ്രീക്കകത്ത് 327 സീറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. പുഷ്പാക് സീറ്റ് സൗകര്യം, അതായത് ഏതൊരു വ്യക്തിക്കും വളരെ സൗകര്യപ്രദമായ രീതിയിൽ സിനിമ ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് എത്തുന്ന ഏതൊരാൾക്കും പൂർണ്ണ സംതൃപ്തി നൽകുന്ന രീതിയിലാണ് ഈ പുഷ്ബാക്ക് സീറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിനകത്ത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഭിന്നശേഷി സൗഹൃദമായ രീതിയിലാണ് ഈ തിയേറ്ററുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സിനിമ ആസ്വദിക്കുക വളരെ സന്തോഷകരമായ രീതിയിൽ സംതൃപ്തിയോട് കൂടിയിട്ട് സിനിമ ആസ്വദിക്കാൻ ശേഷി നൽകുന്ന രീതിയിലാണ് ഈ തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത്. മറ്റ് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള ഒരു കഫറ്റീരിയ ഒരുക്കിയിട്ടുണ്ട്. സിനിമ ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ മികച്ച ദൃശ്യാനുഭവങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 16 കോടി രൂപ ചെലവിട്ടിട്ടാണ് ഇത്തരത്തിൽ സർക്കാർ ഈ കൈരളി ശ്രീ തിയേറ്റർ സമുച്ചയം നവീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചത്. കലാമേഖലകളിൽ സാംസ്കാരിക മേഖലകളിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകളുടെ അല്ലെങ്കിൽ സർക്കാർ നടത്തുന്ന ശ്രദ്ധേയമായ ഇടപെടലുകളുടെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇത്തരത്തിലുള്ള അനവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. തൃശ്ശൂരിൽ നിന്നും PP സലീമിനൊപ്പം ശരത് ഓങ്ങല്ലൂർ.